ഹായ്, ലക്ഷ്യമില്ലാത്തൊരു യാത്ര. അതെ, ലക്ഷ്യമില്ലാത്തൊരു യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. എവിടേക്ക് ഇറങ്ങിയാലും ഫസ്റ്റ് തന്നെ മിനറൽ വാട്ടർ മേടിച്ച് വണ്ടിയിലിടുക എന്നുള്ളത് നമ്മുടെ മെയിൻ പരിപാടി. പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ കോഴിക്കോടിലേക്കാണ്. ട്രാഫിക് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കായിരുന്നു. പിന്നെ നൈറ്റ് വൈബ് പൊളിയായിരുന്നു. നമ്മൾ ആദ്യം വന്നത് ബീച്ചിലേക്കായിരുന്നു. ബീച്ചിൽ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. നമ്മൾ വണ്ടി അങ്ങ് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഒരുപാട് നടന്ന ബീച്ചിലേക്ക് വന്നത്. ടൈം 12:51 ആ ടൈമിൽ ബീച്ചിലെ തിരക്ക് നോക്കി. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഒരുപാട് ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ബീച്ചിലെ നൈറ്റ് വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നേരം വെളുക്കുന്നിടം വരെ ഈ തിരക്കുണ്ടായിരുന്നു. ഒരു 3 മണി വരെ നമ്മൾ ബീച്ചിലുണ്ടായിരുന്നു. അടിപൊളി വൈബായിരുന്നു. കോഴിക്കോട് ചെല്ലുമ്പോഴേ നമുക്ക് ആ ചുരണ്ടി ഐസ് കഴിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ അതും കഴിച്ചു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഒരു 6:30 ആയപ്പോഴുള്ള ബീച്ചിൻ്റെ രാവിലത്തെ വൈബാട്ടോ ഇത്. അപ്പോഴും ആൾക്കാരുണ്ടെന്നുള്ളതാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ചാമ്പ്യൻ റെസ്റ്റോറൻറ്റിലാണ്. അവിടെ ചെന്ന് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതുപോലെ തിരക്കായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ മിഠായി തെരുവിലേക്കാണ്. ഒരുപാട് സാധനങ്ങൾ, അതുപോലെ തിരക്കും നല്ല വിലക്കുറവുള്ള സ്ഥലമാണ് മിഠായി തെരുവ്. അപ്പോൾ നമ്മളിന്ന് ചെല്ലുന്ന ഡേ എന്ന് പറയുന്നത് ഞായറാഴ്ചയായിരുന്നു. ഒരുപാട് സാധനങ്ങൾ. അങ്ങനെ നമ്മൾ അവിടെ ചുറ്റിക്കറങ്ങി നേരെ നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് പോകും.